അതിമനോഹരമായിട്ട് ഒരുപാട് സ്റ്റോറേജ് ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ ഇത്. സാധാരണക്കാരന്റെ ഇഷ്ടങ്ങൾക്കും ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് കുഞ്ഞു വീട് വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിലേ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി വീടായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ഹൈസം വ്ലോഗിന്റെ അതിമനോഹരമായ മറ്റൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 5 സെന്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റിൽ അൻസില റഷീദ് ദമ്പതികൾക്ക് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ട് നിർമ്മിച്ച വീടാണ് കേട്ടോ ഇത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് പുറത്തൂരാണ്. സിറ്റ് ഔട്ട്, ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, 2 ബെഡ്റൂം, കിച്ചണ് അടങ്ങുന്നതാണ് കേട്ടോ ഈ ഒരു വീട്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. മുറ്റത്തായിട്ട് ഇതുപോലെ ബേബി മെറ്റലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. കൂടാതെ അവിടെ ആയിട്ട് ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീടിന്റെ എക്സ്റ്റീരിയർ ഒന്ന് നോക്കല്ലേ. കണ്ടംപററി സ്റ്റൈലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീട് പണിതിട്ടുള്ളത്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. നല്ലൊരു കളർ കോമ്പിനേഷനും പെയിന്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഷോവോളും ബോർഡേഴ്സും ഒക്കെ നല്ല ഭംഗിയിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഈ ഒരു പെയിന്റിങ്ങിന് എന്തൊരു ഭംഗിയാലേ കാണാൻ. ഒപ്പം ഈ ഒരു ഫ്രണ്ടിലായിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് നല്ല പ്ലാന്റ്സ് ഒക്കെ കൊടുത്തപ്പോ ഈ ഒരു ഭാഗം കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. പൊതുവേ നമ്മുടെ വീടിനോട് ചേർന്ന് ഫ്രണ്ടിലൊക്കെ ആയിട്ട് തന്നെ ഇതുപോലെ ടാപ്പ് കൊടുത്ത് കാണാറുണ്ട്. പകരം നല്ല നീറ്റ് ആയിട്ട് വൃത്തിക്ക് ഈ ഒരു സൈഡിലോട്ട് ഈ ഒരു ടാപ്പ് ഒക്കെ വന്നപ്പോ നല്ല ഭംഗിയില്ലേ കാണാന്. നമ്മുടെ ഈ ഒരു പ്ലോട്ടിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഈ ഒരു വീടിന്റെ സ്ട്രക്ചർ ഫുള്ള് വരുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് വരികയാണെങ്കിൽ തികച്ചും ഓപ്പൺ ആയിട്ട് നടുക്കായിട്ട് ഒരു പില്ലർ കൊടുത്ത് 2 ഭാഗത്തു നിന്നും എൻട്രൻസ് വരുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. 2 എൻട്രൻസിന്റെ ഭാഗത്തായിട്ടും ഇതുപോലെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ബോർഡറിലും ഈ ഒരു സ്റ്റെപ്പിലും പ്ലാൻ ബോക്സിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പില്ലറിലായിട്ട് ഇതുപോലെ ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ട് കുഞ്ഞൊരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തപ്പോ ഈ ഒരു ഭാഗം കാണാൻ നല്ല രസമായിട്ടില്ലേ. അതേപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു വുഡൻ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ വോളാണ് മെയിൻ ഹൈലൈറ്റ്. നല്ല ഭംഗിയായിട്ട് പെയിന്റിംഗ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇവിടെ നമ്മുടെ എക്സ്റ്റീരിയറിനെ ഭംഗിയാക്കുന്ന തരത്തിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ലിവിംഗ് ഏരിയ ആണ് കേട്ടോ വരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഗോള ഗ്ലാസ് ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനായിട്ടേ ചെയറിന് പകരം ഇതുപോലെ വുഡിന്റെ 3 സീറ്റർ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അകത്തെ വിശേഷങ്ങളൊക്കെ കാണണ്ടേ. അതിനായിട്ട് നമ്മുടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ ഇത് വന്നിട്ട് റെഡിമെയ്ഡ് ഡോർ ആണ് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 13,000 രൂപയാണ് ആയിട്ടുള്ളത്. നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്നാൽ ഇവിടെ ഇടതുവശത്തായിട്ടാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒപ്പം ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്റ്റെയർ ഏരിയ വരുന്നത്. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ ചെയ്ത ലിവിംഗ് ഏരിയ ആണെങ്കിലും എന്തൊരു ഭംഗിയാലേ കാണാനായിട്ട്. മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ കാണുന്ന സോഫ സീറ്റ് തന്നെയാണല്ലേ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. എൽ ഷേപ്പിലായിട്ടാണ് അറേഞ്ച്മെന്റ്സ്. ഏകദേശം 30,000 രൂപയാണ് കേട്ടോ ഈ ഒരു സോഫയ്ക്ക് ആയിട്ടുള്ളത്. അതിന് നടുക്കായിട്ട് തന്നെ ഇതുപോലെ കാർപ്പറ്റ് വിരിച്ചിട്ട് അതിലായിട്ടാണ് കേട്ടോ ഈ ഒരു ടീ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ലിവിംഗ് ഏരിയയിൽ ഷോള് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതുപോലെ മനോഹരമായിട്ട് ടെക്സ്റ്റർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ വോൾ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ വിൻഡോസിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഈ കർട്ടൻസ്. ടോട്ടൽ ഇവിടെ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഒരു 16,000 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ട ഒരു പറഗോളാണ് കേട്ടോ ഇത്. ഇനിയിപ്പോ ഇവിടെ നമ്മൾ സോഫയിൽ ഇരുന്ന് നമുക്ക് TV ഒക്കെ കാണണ്ടേ. ആ രീതിക്ക് TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലിവിംഗ് ഏരിയനെയും ഡൈനിങ് ഏരിയനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ വോൾ ഇവിടെ വരുന്നുണ്ട്. വൈറ്റ് ആൻഡ് വുഡ് തീമിൽ മൾട്ടി വുഡിൽ അതിമനോഹരമായിട്ടാണ് കേട്ടോ ഈ ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് നമുക്കൊരു ഡബിൾ സൈഡ് ക്ലോക്ക് കൊടുത്തതായിട്ട് കാണാം. കൂടാതെ ഈ ഒരു പാർട്ടീഷനിലായിട്ടാണ് നമ്മുടെ ഈ ഒരു TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഈ ഒരു പാർട്ടീഷനിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒക്കെ നമുക്ക് ഷോക്കേസും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ബോക്സ് ടൈപ്പിൽ ഡിസൈൻ വരുന്നുണ്ട്. അതിനുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു TV യൂണിറ്റിന്റെ ബാക്ക് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ മൈക്കും ലൂവർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴോട്ട് വരികയാണെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ കാണണ്ടേ. അതിന് മുന്നായിട്ടില്ലേ നമ്മുടെ ഈ ഒരു സ്റ്റെയറും അതേപോലെ തന്നെ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ നോക്കാവേ. സ്റ്റെയറിന്റെ സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റിനാണ് വിരിച്ചിട്ടുള്ളത്. ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിൽ ജിയായിൽ ബ്ലാക്ക് ആൻഡ് വുഡ് തീമിൽ പെയിന്റിംഗ് ആണ് കേട്ടോ വരുന്നത്. ഇത് വന്നിട്ട് ഏകദേശം ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്യാനായിട്ട് ഒരു 25,000 രൂപയാണ് ആയിട്ടുള്ളത്. ഇവിടെ 2 സ്റ്റെപ്പ് ഇടവിട്ട് ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തതുകൊണ്ട് ഈ ഒരു ഹാളിൽ നിന്ന് നമ്മുടെ സ്റ്റെയറിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗം ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഇപ്പൊ വരുന്നത്. കൂടാതെ നമ്മുടെ സ്റ്റെയറിനോട് ചേർന്ന് ഇവിടെ ഹാളിൽ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നമ്മുടെ ബെഡ്റൂം നോക്കാം. നല്ലോണം സൗകര്യത്തിലാണ് കേട്ടോ ഈ ഒരു ബാത്റൂം വരുന്നത്. മെയിൻ ആയിട്ടും കയറി വരുന്ന ഭാഗത്തായിട്ട് വാഷേരിയന്റെ യൂണിറ്റും മിറർ യൂണിറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. എന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ നടുക്കായിട്ട് വലിയൊരു കിങ് സൈസിൽ വരുന്ന കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. കുഷ്യനൊക്കെ വരുന്ന ടൈപ്പാണ്. കൂടാതെ നമ്മുടെ ഈ ഒരു ബോളിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ഈ ഭാഗത്തും ഒക്കെ ആയിട്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്.
വീഡിയോ തുടക്കം മുതലേ കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്നാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സോ സിറ്റ് ഔട്ടിലേക്കൊക്കെ നോട്ടം കിട്ടുന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ ഈ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് തന്നെ ഒരു TV അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബെഡ്റൂമിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ കോട്ടിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. മൾട്ടി വുഡിലാണ്, അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ കൊടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെ മിറർ യൂണിറ്റും വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് ഷെൽഫ് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ ഫ്ലോർ കണ്ടില്ലല്ലോ, ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ സ്ക്വയർ ഫീറ്റിന് 85 രൂപ വരുന്ന മാർബിൾ ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. നമ്മൾ ഇനി നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ടാണ് വരുന്നത്. ലിവിംഗ് ഏരിയ പറഞ്ഞ പോലെ തന്നെ ഏതൊരാൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു ഡൈനിങ് ഏരിയയും ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ലേ, അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഡൈനിങ്ങിലോട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പാസേജ് സ്പേസിൽ വരുന്ന ഈ ഭാഗത്തുള്ള വോളില്ലേ, ഇത് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിന് പകരം ഇതുപോലെ ഭംഗിയായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൊത്തത്തിൽ ഷോക്കേസ് ആയിട്ട് കൊടുക്കുന്നത് കാണാറുണ്ട്, പകരം 2 പാർട്ടായിട്ടാണ് ഇവരത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡൈനിങ് ഏരിയയിലും നമ്മുടെ ഷോവോട് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ടെക്സ്റ്റർ ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ കൊടുത്ത ആ ഒരു കളർ തീമിനേക്കാളും എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ തീമാണ് കേട്ടോ. ഒപ്പം ദേ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കേട്ടോ വരുന്നത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ ചെയർ ഒക്കെ വരുന്നുണ്ട്. ഈ വീടിന്റെ എക്സ്റ്റീരിയർ ആണോ ഇന്റീരിയർ ആണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യട്ടോ. ഈ വീട്ടിലെ മൊത്തത്തിൽ ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയാണ്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നാൽ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ബോർഡ് പ്രത്യേകിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല, കാരണം മൊത്തത്തിൽ ആ ഒരു ടെക്സ്റ്റ് ഡിസൈൻ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു LED ലൈറ്റിംഗ് മിറർ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരികയാണെങ്കിൽ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വന്നിട്ടുള്ളത്. താഴെയായിട്ട് നോക്കിയാൽ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വൈറ്റ് കളറിൽ അത്യാവശ്യം വലിയൊരു വാഷ് ബേസിൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു പാർട്ടീഷൻ ഇല്ലേ, അതിന്റെ ഈ ഒരു ഭാഗത്തോട്ടായിട്ടും ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഒരു വിൻഡോസ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പാനലും കൂടി ചെയ്തപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയില്ലേ. നിങ്ങളൊക്കെ ഈ വീടിന്റെ കിച്ചൺ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഈ ഒരു 2ാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം കിച്ചൺ നോക്കാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല സൗകര്യത്തിൽ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ നടുക്കായിട്ട് വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ടൺ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടില്ല കേട്ടോ, പകരം ഇതുപോലെ ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ് കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് വർക്കിംഗ് ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിക്ക് തന്നെ ഒരു, അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി ഏരിയ ആയിട്ടും യൂസ് ചെയ്യാം, അങ്ങനെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇവിടുത്തെ ബാത്റൂം നോക്കിയാലോ. നല്ല സൗകര്യത്തിൽ നല്ല ഭംഗിയിൽ ടൈലൊക്കെ വിരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ബാത്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കാത്തിരുന്ന കിച്ചൺ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. കിച്ചന്റെ ഡോർ വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലേ നമ്മൾ കിച്ചണിൽ കയറി വന്നാൽ സിമ്പിൾ ഒന്നല്ല കേട്ടോ, ഏതൊരാൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അത്രയും ഭംഗിയായിട്ടാണ് ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് വരുന്നത്. എന്താണോ ഞാൻ ഈ കിച്ചണിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയാ, ഇതിന്റെ കളർ തീം ആയാലും അതുപോലെ ഈ അറേഞ്ച്മെന്റ്സ് ആയാലും എല്ലാം ഭയങ്കര നീറ്റ് ആയിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയായിട്ടില്ലേ. നമ്മൾ പൊതുവേ കാണാറുണ്ടല്ലേ ഈ കബോർഡിന്റെ ഒക്കെ, അതായത് കളർ തീം ചിലപ്പം ഗ്രീൻ കൊടുക്കാറുണ്ട്, ഗ്രേ കൊടുക്കാറുണ്ട്, പലതരത്തിലുള്ള കളർ കൊടുക്കാറുണ്ട്. ഈ ഒരു കളർ ഞാൻ റെയർ ആയിട്ടാണ് കാണുന്നത്. എനിക്കറിയില്ല ഫോണിൽ എത്രത്തോളം ഭംഗിയുണ്ട് കാണാനെന്ന്, പക്ഷെ ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ ഏത് കളർ തീം വേണമെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു കളർ. നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുമ്പോഴേ ഇവിടെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ കുഞ്ഞു ചെയറും വരുന്നുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നാൽ ഇവിടെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു C ടൈപ്പിലാണ് നമ്മുടെ ഈ ഒരു റാക്കിന്റെ ഒക്കെ അറേഞ്ച്മെന്റ്സ് വരുന്നത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് സിങ്ക് വരുന്നത്. കൂടാതെ നമ്മുടെ കിച്ചണിലോട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് തന്നെ 2 ഭാഗത്തായിട്ടും വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. സെയിം സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു റാക്കിനോട് ചേർന്ന് ഈ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് L ഷേപ്പിലായിട്ട് തന്നെ ഒരുപാട് ക്യാബിൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റ് ട്രേ തുടങ്ങിയിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്യാബിൻസ് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മുടെ കിച്ചണിൽ നിന്ന് ഒരു ഷോ കിട്ടുന്ന രീതിക്കാണ് കേട്ടോ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വിൻഡോ വരുന്നുണ്ട്, മിനി വിൻഡോസ് ആണ്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒന്ന് പ്രൊജക്ട് ചെയ്യുന്ന അർത്ഥത്തിൽ തന്നെ ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ആയിട്ട് പോകുന്നുണ്ട്. കൂടാതെ
കൂടാതെ ഇവിടെ മുകളിലായിട്ടും കുഞ്ഞു കുഞ്ഞു ക്യാബിന് വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വിസിബിൾ ആവുന്ന രീതിക്ക് തന്നെ ഉള്ളിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ലിഫ്റ്റ് ഓവർ ആയിട്ട് ചെയ്ത ഒരു ക്യാബിനാണ് കേട്ടോ. ഇനി ഈ കാണുന്ന കുഞ്ഞു ക്യാബിന് കൂടാതെ ഇവിടുന്ന് മുകളിലോട്ട് എൽ ഷേപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ എന്തോരം വലിയ ക്യാബിൻസ് ആണെന്നറിയോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡോർ തുറന്ന് നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്ന തരത്തിലാണ് ഇവിടെ നമ്മുടെ ഈ ഒരു വുഡൻ ഹോബിന്റെ ഒക്കെ സെറ്റിംഗ്സ് വരുന്നത്. ഇതിന് രണ്ട് വശത്തായിട്ടും ഇതുപോലെ ക്യാബിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് നോക്കിയാൽ ഇതുപോലെ ലിഫ്റ്റ് ഓവർ ആയിട്ട് തന്നെ കുറച്ച് നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് ഗ്ലാസ് ഡോർ കൊടുത്തിട്ട് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടും ക്യാബിന് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ കാണാം ഇവിടുത്തെ അടുപ്പാണ് കേട്ടോ. എന്തൊരു നീറ്റ് ആയിട്ടാണെന്നറിയോ ഈ ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ താഴെയായിട്ട് നമുക്ക് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇതുപോലെ ഡോർ കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഒരു സ്റ്റോറേജ് സ്പേസും ക്യാബിൻസ് ഒന്നും കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴേ ഇവിടെ മുകളിലായിട്ട് നോക്കിയാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഷോക്കേസ് ചെയ്തതായിട്ട് കാണാട്ടോ. അത് മാത്രമല്ല അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട്. അപ്പൊ വീട് ഫുൾ ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ. ഇനിയിപ്പോ നിങ്ങളൊരു ഡൗട്ട് ഉണ്ടാവുക എത്ര ബഡ്ജറ്റ് ഏകദേശം ഇതിന് വന്നിട്ടുണ്ടാവുന്നതാണല്ലേ. ടോട്ടൽ ഈ വീട് മൊത്തത്തിൽ ചെലവ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 30-31 ലക്ഷം രൂപയാണ് കേട്ടോ. അതിൽ ഇവര് ഫൗണ്ടേഷൻ വർക്കിന്റെ സമയത്ത് അത്യാവശ്യം ഒരു എമൗണ്ട് അവിടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു 31 ലക്ഷം ഒക്കെയാണ് ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. അതിന് ഈ വീട് വേർത്താണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യമൊക്കെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.